നീയോ കുഞ്ഞ് അത്യുന്നതൻ്റെ പ്രവാചകൻ എന്ന് വിളിക്കപ്പെടും. കർത്താവിന് വഴിയൊരുക്കാൻ അവിടുത്തെ മുൻപേ നീ പോകും. ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായം 76-ാം തിരുവചനം. സ്നാപക യോഹന്നാൻ്റെ ജനനം നമുക്ക് നോക്കിയാലോ. മക്കളില്ലാത്ത സക്കറിയായുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായാണ് യോഹന്നാനെ ദൈവം നൽകുന്നത്. ജനിക്കാൻ പോകുന്ന ശിശുവിൻ്റെ ദൗത്യത്തെക്കുറിച്ച് കർത്താവ് ദൂതനിലൂടെ വ്യക്തമായി അറിയിക്കുന്നുണ്ട്. ഇസ്രായേൽ മക്കളിൽ വളരെ പേരെ അവരുടെ ദൈവമായ കർത്താവിങ്കിലേക്ക് അവൻ തിരികെ കൊണ്ടുവരും. ഏലിയായുടെ ശക്തിയോടും ചൈതന്യത്തോടും കൂടി അവൻ കർത്താവിൻ്റെ മുൻപേ പോകും. ശിശുവിൻ്റെ പരിച്ഛേദന വേളയിൽ പിതാവായ സക്കറിയ പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ് കുഞ്ഞിൻ്റെ ഭാവിയെക്കുറിച്ച് പ്രവചിക്കുന്നതാണ് ഈ വാക്യങ്ങൾ. കർത്താവിനെ വഴിയൊരുക്കാൻ അവൻ മുൻപേ പോകും. അത് അവിടുത്തെ ജനത്തിന് പാപമോചനം വഴിയുള്ള രക്ഷയെക്കുറിച്ച് അറിവ് കൊടുക്കാനാണ്. ഉയരത്തിൽ നിന്നുള്ള ഉദയരശ്മിയായ മിശിഹായിലൂടെ സംലഭ്യമാകാൻ പോകുന്ന പാപമോചനം വഴിയുള്ള രക്ഷയെക്കുറിച്ച് ജനത്തെ ബോധവാന്മാരാക്കിക്കൊണ്ടാണ് യോഹന്നാൻ അവിടത്തേക്ക് വഴിയൊരുക്കുന്നത്. തന്നെ ശ്രവിക്കാനെത്തിയ ജനക്കൂട്ടത്തോട് യോഹന്നാൻ ശക്തമായ ഭാഷയിൽ പറഞ്ഞു, മാനസാന്തരത്തിന് യോജിച്ച ഫലങ്ങൾ പുറപ്പെടുവിക്കുവിൻ. അനുതാപവും മാനസാന്തരവും വ്യക്തിയുടെ പൂർണ്ണമായ തിരിച്ചുവരവ് അർത്ഥമാക്കുന്നുണ്ട്. അനീതി, ചൂഷണം, അവിശ്വസ്തത, മറ്റുള്ളവരെക്കുറിച്ച് പരിഗണനയില്ലായ്മ തുടങ്ങിയ തിന്മകളിൽ നിന്ന് തിരിച്ചറിവ്, ഒപ്പം വിശ്വാസത്തിലൂടെയും അനുസരണത്തിലൂടെയും ദൈവത്തിങ്കിലേക്ക് തിരിച്ചുവരവും. കർത്താവേ, യഥാർത്ഥ മാനസാന്തരത്തിൻ്റെ കൃപ ഞങ്ങൾക്ക് നൽകണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കുകയും ചെയ്യാം. യോഹന്നാൻ്റെ ജനനത്തെക്കുറിച്ചുള്ള അറിയിപ്പ് എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണേ. ഓക്കെ, താങ്ക് യു, ബൈ.